ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതാ ഞാനിന്ന് പുതിയൊരു ബോട്ടിൽ ആർട്ട് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ പറയണ്ടേ, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡാഫോഡിൽസ്, എ ഗാർഡൻ ഫോർ എവറിത്തിങ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വേദിക്കുണ്ട് എല്ലാ സാധനങ്ങളും ഞാൻ എന്താ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ബോട്ടിൽ, പിന്നെ 2 ബ്രഷ്, പിന്നെ കുറച്ച് വെള്ളം. അതുപോലെ തന്നെ ഞാനിവിടെ ബേസ് കളറായിട്ട് യൂസ് ചെയ്യുന്നത് വൈറ്റും ഓറഞ്ചും കൂടെയുള്ള മിക്സാണ്. പിന്നെ ഒരു 3D ഔട്ട്ലൈനർ ഉണ്ട്, ഇതൊരു ബ്ലാക്ക് ഷെയ്ഡാണ്. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ബേസ് കളർ ചെയ്യാനായിട്ട് ഞാനൊരു സ്പോഞ്ചിൻ്റെ ഒരു പീസും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പെയിൻറ്റ് മിക്സ് ആക്കാനായിട്ട് ഒരു പാത്രവും. അപ്പോൾ ഞാനിത് മിക്സ് ആക്കിയിട്ട് വരാം. അപ്പോൾ പക്ഷേ ഞാനിത് ആക്ച്വലി മിക്സ് ചെയ്തിട്ട് ബേസ് കളറിൻ്റെ ഷെയ്ഡ് കാണിക്കാമെന്നാണ് കരുതിയത്. പിന്നെ അതും കൂടി എന്തായാലും മിക്സ് ചെയ്യാനും കൂടി കാണിക്കാമെന്ന് കരുതി. ഞാനിവിടെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഉദ്ദേശിക്കുന്നത് ബേസായിട്ട് കൊടുക്കാൻ. അപ്പോൾ വൈറ്റും ഓറഞ്ചും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡാക്കി എടുക്കുകയാണ്. അപ്പോൾ ലൈറ്റ് ഷെയ്ഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വൈറ്റ് പെയിൻറ്റ് കുറച്ചധികം വേണ്ടി വരും. അപ്പോൾ ഞാൻ ഒരു ടിൻറ്റ് കളറാണ് ഉദ്ദേശിച്ചത്, പക്ഷെ അതിലും കുറച്ചുകൂടി ഡാർക്കാണെന്ന് തോന്നണം എൻ്റെ കയ്യിലുള്ളത്. നിങ്ങൾക്ക് എന്താ പറയുക, ന്യൂഡ് കളർ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. എൻ്റെ കയ്യിൽ അങ്ങനെ ലൈറ്റ് ഷെയ്ഡ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വൈറ്റുമായിട്ട് മിക്സ് ചെയ്ത് ഒരു ലൈറ്റ് ഷെയ്ഡ് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ഒരു ഐഡിയയ്ക്ക്, നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് ഒരു ലൈറ്റ് ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ലൈറ്റ് ഷെയ്ഡ് ഇങ്ങനെ മിക്സ് ചെയ്തു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഫൈനൽ എനിക്ക് കിട്ടിയ ആ ഒരു റിസൾട്ടായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ആ ബോട്ടിൽ ഞാൻ ചെയ്ത ആ ഒരു ബേസ് കളർ, അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് ഷെയ്ഡ് ഞാനൊന്ന് ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ സെയിം കളർ തന്നെ നമ്മുടെ സ്പോഞ്ച് വെച്ച് ഡാബ് ചെയ്ത് ആ ഒരു പ്രത്യേക ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, അത് ഞാൻ ആക്കിയെടുക്കുകയാണ്. ഞാൻ ആക്ച്വലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നമ്മുടെ ബോട്ടിലിൽ ഡയറക്റ്റ് സ്പോഞ്ച് വെച്ച് ഡാബ് ചെയ്യാണ്ട് കുറച്ച് പെയിൻറ്റ് ബ്രഷ് വെച്ച് അടിച്ചതിന് ശേഷം ചെയ്ത് നോക്കി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നറിയാം. പക്ഷെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. അപ്പോൾ നമ്മൾ വെറുതെ ബ്രഷ് വെച്ച് ചെയ്ത ഒരു എക്സ്ട്രാ ഒരു സ്റ്റെപ്പ് ചെയ്യണമെന്നില്ല, നമുക്ക് ഡയറക്റ്റ് സ്പോഞ്ച് വെച്ച് തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ സ്പോഞ്ച് വെച്ചിട്ട് ഇനി ഈ ബോട്ടിൽ ഫുള്ളൊന്ന് നമ്മുടെ സ്ഥിരം ആ ഒരു ടെക്സ്ചർ ആക്കിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഗൈസ്, ഞാൻ നമ്മുടെ ബോട്ടിലിൽ ഫുള്ള് ആ ഒരു സ്പോഞ്ച് വെച്ച് ഡാബ് ചെയ്ത് ആ ഒരു ടെക്സ്ചറിലാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു ഫിനിഷിങ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഡിസൈൻ ചെയ്യാന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ നമുക്കിനിയും വരയ്ക്കൽ പെയിൻറ്റിങ് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ തമ്പനെയിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു ലീഫിൻ്റെ ഒരു
ഡിസൈനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആക്ച്വലി ഞാനത് ഔട്ട്റോയിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ വാഷ്റൂമിൽ വോൾ ടൈലിലുള്ളത് ഇങ്ങനത്തെ ഒരു ഡിസൈനായിരുന്നു. കണ്ടപ്പോൾ തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് വരച്ച് നോക്കണം വരച്ച് നോക്കണം എന്ന്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാനിവിടെ വരച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻസിൽ യൂസ് ചെയ്തു. അപ്പോൾ എൻ്റെ പെൻസിൽ അധികം തെളിച്ചില്ലാത്തതായിരുന്നു. ആക്ച്വലി എൻ്റെ ഉള്ള 10B യുടെ പെൻസിൽ കാണാനുണ്ടായില്ല. അപ്പോൾ ഇതൊരു പഴയ പെൻസിൽ എടുത്ത് നോക്കി, അത് ഓക്കെ ആയില്ല. വരയ്ക്കുമ്പോൾ എന്ന് വെച്ചാൽ പെയിൻറ്റും കൂടി എൻ്റെ കൂടെ പോരുന്നുണ്ട്, നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നല്ല ഡാർക്കായിട്ടുള്ള പെൻസിൽ എടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇതിന് ശേഷം ഒരു മണ്ടത്തരം കൂടി കാണിച്ചു. ഞാനൊരു പെൻ യൂസ് ചെയ്തിട്ട് വരയ്ക്കാൻ നോക്കി. അപ്പോൾ പെൻ യൂസ് ചെയ്ത് വരച്ച എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എങ്ങാനും തെറ്റിപ്പോയാൽ നമുക്കതൊന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, മായ്ക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും. നമ്മളിങ്ങനെ തെറ്റിൽ നിന്നാണല്ലോ നമ്മൾ ഓരോന്ന് പുതിയതായിട്ട് പഠിച്ച് വരുന്നത്. അപ്പം ഞാനിതിൽ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം, മിക്കവാറും എല്ലാ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, ഞാനൊരു മണ്ടത്തരം കാണിച്ചു, ഞാനൊരു തെറ്റ് കാണിച്ചു എന്നൊക്കെ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഡിസൈൻ, ഞാനിവിടെ ലീഫിൻ്റെ ഡിസൈൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പെൻ യൂസ് ചെയ്തിട്ട് വരച്ചതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്സ് വന്ന് എനിക്ക് മായ്ക്കാനൊന്നും പറ്റിയില്ല. ഞാൻ അതിൻ്റെ മീതെ വീണ്ടും ആ പെയിൻ്റ് ഒന്നും കൂടി അപ്ലൈ ചെയ്ത് നോക്കി. പക്ഷെ എന്നാലും ആ ഒരു ഷെയ്ഡ് അങ്ങനെ തന്നെ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലീഫോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡിസൈൻ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ ലീഫ് വരയ്ക്കാം. ഞാനൊരു സിമ്പിളായിട്ട് പെട്ടെന്ന് വരയ്ക്കാൻ എളുപ്പത്തിന് ഇങ്ങനൊരു ഡിസൈൻ തിരഞ്ഞെടുക്കാമെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി കണ്ടതാണ്, അതുകൊണ്ട് ആ ഡിസൈൻ തന്നെ എടുത്തു. നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് വരയ്ക്കാം. അതുപോലെ ഞാൻ അതിൻ്റെ ആ ഒരു ലീഫിൻ്റെ ഉള്ളിലും, ഔട്ടർ ലൈൻ അല്ല ഉള്ളിലും കൂടി ഞാനൊന്ന് ചെറിയൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അറിയാലോ, നടുക്കൊരു വര വരച്ചിട്ട് സൈഡിന് ക്രോസ് ചെയ്ത് നോർമൽ നമ്മൾ പണ്ട് ലീഫ് വരച്ചുകൊണ്ടിരുന്ന ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് ഞാൻ ഇതിലും ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഞാൻ പറഞ്ഞില്ലേ പെൻ യൂസ് ചെയ്തിട്ട് ഞാൻ വരയ്ക്കാൻ നോക്കിയത്. മറ്റേ പെൻസിൽ തെളിയാണ്ടായപ്പോഴാണ് ഞാൻ പെൻ യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ പെൻ വെച്ച് വരച്ചപ്പോൾ എന്താ നന്നായിട്ട് തെളിയുന്നുണ്ട്. പക്ഷേ പറഞ്ഞ പോലെ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ് വായിക്കാനും പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. എനിക്ക് തോന്നുന്നു പെൻ വെച്ച് വരയ്ക്കുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുക. ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ മാർക്കർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ച് യൂസ് ചെയ്യാം. പെൻസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തെളിയുന്ന പെൻസിൽ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. പെൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല, കാരണം തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാലോ. അപ്പോൾ ഞാൻ ബോട്ടിലിൻ്റെ ഈ ഒരു സൈഡ് മാത്രമല്ല അപ്പുറത്തെ ഒരു സൈഡും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഔട്ട്ലൈനിലെല്ലാം ബ്ലാക്ക് കളർ കൊടുക്കുക എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അതുപോലെ ഉള്ളിലും എന്തെങ്കിലും നല്ല കുറച്ച് ഡാർക്ക് കളർ, ഇപ്പോൾ നമ്മുടെ ബേസ് കളർ ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് ലീഫിൻ്റെ ഉള്ളിൽ കുറച്ച് ഡാർക്ക് കളേഴ്സ് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാകും എന്നൊന്നും അറിയത്തില്ല, ഭംഗി ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ സംഭവം ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ ഈ പേന വെച്ച് വരയ്ക്കുന്നതുകൊണ്ട് അവിടെയൊക്കെ തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം ഏത് നേരത്താണോ എനിക്ക് പേന എടുക്കാൻ തോന്നിയെന്ന് അങ്ങനെ വരെ ഞാൻ ചിന്തിച്ചു ശരിക്കും പറഞ്ഞാൽ. പക്ഷെ സിമ്പിൾ ഡിസൈൻ ആയതുകൊണ്ടായിരിക്കാം കുറച്ചും കൂടി നമുക്ക് വരയ്ക്കാൻ അത്ര ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഡിസൈനാണ് ഈ ലീഫിൻ്റെ. പിന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊന്നും വേണ്ടല്ലോ. സിമ്പിളായിട്ട് വരയ്ക്കുക, പെയിൻറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കണം. കുറച്ച് മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഡിസൈൻസ് എല്ലാം വരച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഒരുവിധം ഡിസൈനൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഗൈസ് ഞാനങ്ങനെ നമ്മുടെ ഡിസൈൻ ഫുൾ നമ്മുടെ ബോട്ടിലിൽ വരച്ചു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ 3D ഔട്ട്ലൈനർ ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഇതിൻ്റെ ലീഫിൻ്റെ ഫുൾ ഔട്ട്ലൈൻ ഞാനൊന്ന് വരച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ അകത്തും ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അത്ര സിമ്പിളായിരുന്നില്ല, എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ 3D ഔട്ട്ലൈനർ ചെയ്യുന്ന ആ ഒരു
ബ്ലാക്ക് പെയിൻറ്റ് അതും ഗമ്മും കൂടിയുള്ള എന്തോ ഒരു മിക്സാന്ന് തോന്നുന്നു. ഞാൻ ചെയ്ത് എൻ്റെ കൈയൊക്കെ വേദന എടുത്തു. ഒരു ലീഫ് ചെയ്ത് കഴിയുമ്പോഴത്തേനും വിരലുകളൊക്കെ വേദന എടുത്തിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്കറിയില്ല ഇനി അത് വല്ല ഡേറ്റ് കഴിഞ്ഞതാണോ എന്തെങ്കിലും അതായത് എക്സ്പയറി കഴിഞ്ഞ സംഭവമാണോന്ന് അറിയില്ല. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്കതൊന്ന് ഞെക്കി അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട്. പിന്നെ ഒരു വിധത്തിൽ ഞാൻ മുഴുവനായിട്ട് ചെയ്തെടുത്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക്. ഫൈനൽ ലുക്ക് എന്നല്ല, ആ ഒരു 3D ഔട്ട്ലൈനർ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഔട്ട്ലൈൻ ഫുള്ള് ഫില്ല് ചെയ്തതിന് ശേഷമുള്ള ഒരു ലുക്ക് ഇതാണ്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിൽ ഓരോ ലീഫിനും പല കളറുകൾ കൊടുക്കാം. ഡാർക്ക് കളർ ഉള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഞാനിവിടെ നമ്മുടെ നോർമൽ ബ്രഷ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കിനി പെയിൻറ്റ് ചെയ്തത് ഓരോ ലീഫും പെയിൻറ്റ് ചെയ്തിട്ട് ഒരു ഫൈനൽ ലുക്കായിട്ട് അല്ലെങ്കിൽ ഒരു ഔട്ട്രോ ആയിട്ട് വരാം. ഓക്കെ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ ഒരു ഔട്ട്രോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. പിന്നെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ കുപ്പി ചൂസ് ചെയ്യുന്നതാണ്. കാരണം എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. ഞാൻ ഇതിൻ്റെ ഒരു ലെങ്ത്ത് കണ്ടിട്ടാണ് ഞാൻ ഈ കുപ്പി ഒന്ന് ചൂസ് ചെയ്തത്. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സൈഡിൽ കണ്ടിട്ട് 1886 എന്ന് പറഞ്ഞിട്ടൊരു ഇയർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ, ബാക്കല്ല ഫ്രണ്ടാണോ ബാക്കാണോ, ഇവിടെ ഒരു ലോഗോ അല്ലെങ്കിൽ ഒരു എംബ്ലം ഉണ്ട്. അത് ഇൻബിൽറ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതായത് സ്റ്റിക്കറോ കാര്യങ്ങളോ ഒന്നല്ല. അപ്പോൾ അതിൻ്റെയൊക്കെ മീതെ നമ്മുടെ ആ ഒരു 3D ഔട്ട്ലൈനർ വെച്ച് വരയ്ക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിഫിക്കൽട്ടി ആ 3D ഔട്ട്ലൈനർ ആയിരുന്നു. നിങ്ങൾക്ക് ആ വീഡിയോ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ കുറേ കഷ്ടപ്പെട്ടു ഞാൻ വരയ്ക്കാനായിട്ട്. കൈയൊക്കെ വേദന എടുത്താൽ ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് കുടയുന്നുണ്ടായിരുന്നു അതിൽ. അപ്പോൾ നമ്മൾ പെയിൻറ്റൊക്കെ അല്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ട് അങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് ചെയ്താൽ മതിയായിരുന്നു. കുറച്ച് എളുപ്പമാവട്ടെ എന്ന് കരുതി യൂസ് ചെയ്തത്. പക്ഷെ അത് ഇത്തിരി പാടായിപ്പോയി. സാരമില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് അവോയ്ഡ് ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഫ്ലെക്സിബിൾ ആയിരിക്കും, വഴങ്ങുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നോ ഇഷ്യൂസ്. അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ബേസ് കളറാണ്. ഒരു ലൈറ്റ് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു ന്യൂഡ് ഷെയ്ഡൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലീഫിലൊക്കെ കൊടുത്തേക്കുന്നുണ്ട് ഡാർക്ക് കളറാണ്. അപ്പോൾ ഇത് നമ്മുടെ ബേസ് കളർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ലീഫിനൊരു എടുപ്പുണ്ടാവും, നല്ല ഭംഗിയുണ്ടാവും. ലൈറ്റ് ഷെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഡാർക്ക് കളർ ഏതാണോ അത് ഇത്തിരി അല്ല കുറച്ചധികം വൈറ്റുമായിട്ട് മിക്സ് ചെയ്താൽ നല്ലൊരു ലൈറ്റ് ഷെയ്ഡൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയെടുത്തൊരു കളറാണ് ഈ ഒരു ഷെയ്ഡ്. അതുപോലെ ഈ ഡിസൈൻ ഉണ്ടല്ലോ, ഞങ്ങളുടെ ബാത്റൂമിലെ വോൾ ടൈലിന് ഈ ഒരു ഡിസൈനാണ് ഇങ്ങനെ എയിലേക്ക് ഇങ്ങനെ പോയിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു അതൊന്ന് ബോട്ടിലിൽ ചെയ്തെടുക്കണമെന്ന്. അപ്പോൾ ഇത് ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് 2 ദിവസമായി. കുറച്ച് ചെയ്യും, പിന്നെ ബാക്കി പിന്നെ ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് എത്തിയത്. ആക്ച്വലി ചെയ്തു വന്നപ്പോൾ ഞാനത് ഭയങ്കര ബോറായിരിക്കുമെന്ന് കരുതി. പക്ഷേ വിചാരിച്ചത്ര ബോറായിട്ടില്ല. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങളിതിൽ ഡിസൈൻ വരയ്ക്കുമ്പോൾ പെൻസിൽ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കാരണം നമ്മൾ വരയ്ക്കുമ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഇറേസ് ചെയ്തിട്ട് വീണ്ടും വരയ്ക്കാൻ പറ്റും. പക്ഷേ എനിക്ക് പറ്റിയതെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്ത് പെൻസിൽ തെളിയുണ്ടായില്ല. അപ്പോൾ ഞാനത് മാറ്റിയിട്ട് പെണ്ണെടുത്ത് വരച്ച് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ തെറ്റിപ്പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് യാതൊരു വഴിയുണ്ടായില്ല മാറ്റാനായിട്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കത് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റുന്നുണ്ട്. ഈ ഓറഞ്ചിൻ്റെ ഇപ്പുറത്ത് ഒരു ഇലയും കൂടി കാണാൻ പറ്റും പെണ്ണിൻ്റെ ഷെയ്ഡിൽ. ഞാൻ അതിൻ്റെ മീതെ പെയിൻറ്റ് ചെയ്ത് നോക്കിയിട്ടും സംഭവം പോകുന്നുണ്ടായില്ല. അപ്പോൾ മാക്സിമം പെൻസിൽ യൂസ് ചെയ്യാൻ നോക്കാം. അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ഞാൻ ചെയ്തതിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനെല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്നാണ്. വേറൊരു കാര്യം കൂടി, ഞാൻ ഇതിൻ്റെ മേലെ ഒരു വാർണിഷ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്ത സ്പ്രേ അല്ല, നോർമൽ ലിക്വിഡ് നമ്മുടെ ബോട്ടിൽ കിട്ടുന്നതാണ്. ഞാനത് പെയിൻറ്റ് വെച്ചിട്ടൊക്കെയാണ് അപ്ലൈ ചെയ്തത്. ഉണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പെയിൻറ്റ് പോകാതെ കുറച്ച് നാളും കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. അതുണ്ടെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. പിന്നെ ഉള്ളത് സ്പ്രേ വാണിഷ് ആണെന്നുണ്ടെങ്കിൽ എളുപ്പം പരിപാടി കഴിയും. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഭയങ്കര ചൂട്, ഫാൻ ഇടാൻ പറ്റില്ല. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഫാൻ ഇട്ടില്ല. വല്ലാതെ വേർക്കുന്നുണ്ട്, നല്ല ചൂടുണ്ട്.
അപ്പോൾ അങ്ങനെ ഇത്രേ ഉള്ളൂ വീഡിയോയിൽ. പ്രത്യേകിച്ചൊന്നും പറയാൻ ഞാനെല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും നമ്മുടെ ഈ ഒരു ആർട്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടിൽ ദെൻ ബൈ ബൈ.